നമസ്കാരം, സ്വാഗതം. നയതന്ത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. ഇന്ന് എന്നോടൊപ്പമുള്ളത് സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും CPIM നേതാവുമായ ശ്രീ KN ബാലഗോപാലാണ്. സ്വാഗതം മിനിസ്റ്റർ നയതന്ത്രം പരിപാടിയിലേക്ക്. ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണെങ്കിൽ കൂടിയും പക്ഷേ ഇന്നത്തെ അതിഥിക്ക് ഒരു പ്രത്യേകത, ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി ഈ പരിപാടിയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ബജറ്റിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കാനുള്ളത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ബജറ്റാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള എക്സ്പെക്റ്റേഷൻസ് അതിനകത്ത് ഉണ്ടാവും. ഒന്നാമത് ഈ സർക്കാർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ സർപ്രൈസുകൾ കാണിച്ചിട്ടുണ്ട്. സോ ഈ ബജറ്റും ആ നിലയ്ക്കുള്ള വളരെ പോപ്പുലർ സർപ്രൈസുകൾ പ്രകടമാക്കുന്ന ഒന്നായിരിക്കുമോ മിനിസ്റ്റർ? ബഡ്ജറ്റ് സർക്കാരിൻ്റെ തുടർച്ചയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ബഡ്ജറ്റായിരിക്കും. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, നമ്മുടെ വിദ്യാഭ്യാസം, അതുപോലെ പുതിയ വ്യവസായങ്ങൾ, പരമ്പരാഗത വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തുന്നത്, ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തതാണ്. വിഴിഞ്ഞം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ഉത്തരവാദിത്വം. അതിനനുസൃതമായി എല്ലാ മേഖലയിലും ബാധിക്കുന്ന, എല്ലാ മേഖലയിലും ഗുണമുണ്ടാക്കുന്ന, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ പരമ്പരാഗത വ്യവസായ മേഖലയുടെ ഉൾപ്പെടെ എല്ലാ മേഖലയിലും പ്രത്യേകത കൊടുക്കുന്ന, ആധുനിക വിദ്യാഭ്യാസം ധാരാളം കിട്ടുന്ന ചെറുപ്പക്കാരുള്ള സ്ഥലമെന്ന നിലയിൽ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൊതുക്കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ സ്വീകരിക്കുന്നത്. ആ തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമായി കേരളം മുന്നോട്ട് പോവുകയാണ് പല മേഖലകളിലും. അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ പോസിറ്റീവായ ചിന്തകളും അഭിപ്രായങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് ബഡ്ജറ്റിൽ ഉണ്ടാവാനായിട്ട്. അല്ല, ബജറ്റിനെ കുറിച്ച് സാധാരണ നിലയ്ക്ക് ബജറ്റിനെ കുറിച്ച് പറയാൻ കഴിയുക കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള ഭാവനാസമ്പന്നമായ പരിപാടികളും പ്രഖ്യാപനങ്ങളും അതിലുണ്ടാവും. അത് സ്വാഭാവികം. അതിനപ്പുറം വലിയ ഹെഡ്ലൈനുകൾ ഉണ്ടാക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ചില സംഗതികൾ പ്രഖ്യാപിക്കുമോ, അപ്രതീക്ഷിതമായ സംഗതികൾ ഉണ്ടാകുമോ? സ്പെസിഫിക്കായി ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ടച്ച് ചെയ്യുന്ന സംഗതികളുണ്ടല്ലോ, വളരെ വേഗം അനുഭവേദ്യമാവുന്നവ. ആളുകൾക്ക് വളരെ സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ബഡ്ജറ്റിൽ പറയുന്നത്. ബഡ്ജറ്റ് ആകുമ്പോൾ അതിനപ്പുറം പറയാൻ പറ്റില്ലല്ലോ. വളരെ സന്തോഷം ഉണ്ടാവുന്ന, കേരളത്തിന് വലിയൊരു മുന്നോട്ട് പോക്കിന് സഹായകരമായ ബഡ്ജറ്റ് തന്നെയായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സർക്കാരിന്റെ അവസാന കാലത്തിലേക്ക് വന്നപ്പോഴാണ് ലാസ്റ്റ് ഒരു ക്യാബിനറ്റ് വളരെ പെട്ടെന്ന് ഈ ക്ഷേമ പദ്ധതികളുടെയൊക്കെ ഒരു വിഹിതം കൂട്ടി വലിയ പ്രഖ്യാപനം നടത്തിയത്. അത് ആ നിലയ്ക്ക് ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ടു. അത് വലിയ തോതിൽ ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുന്നു നമ്മൾ കണ്ടു. അങ്ങനെ വളരെ പെട്ടെന്ന് പ്രഖ്യാപനത്തിന്റെ പിറ്റേന്ന്, ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്, ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുന്ന, വേഗം അനുഭവേദ്യമാവുന്ന സംഗതികളായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കുക അല്ലേ? സാധാരണഗതിയിലൊരു ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ട് അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ, തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ ജനങ്ങൾ എന്താ പറയുക, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്താ പറയുക? പ്രതിപക്ഷം പറയും ഇത് അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് നടത്താനുള്ള കാര്യമല്ലേ, അതുകൊണ്ട് അതിനത്രയും വിശ്വാസ്യതയില്ല, ഇവർ മനഃപൂർവ്വം ഒരു ഗിമ്മിക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി സമയത്തിലധികം ഈ ബാധ്യത ഏറ്റെടുത്ത് ചെയ്യാൻ ഈ സർക്കാരിന് ശേഷിയുണ്ട്, അതിന് ആത്മാർത്ഥതയുണ്ട് എന്ന് പ്രകടമാക്കുന്ന തരത്തിൽ തന്നെയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് അത് കൃത്യമായി നടത്തുന്നതാണ്. ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത, ഇന്ത്യയിൽ തന്നെ വളരെ അത്യപൂർവമായ തരത്തിലേക്കുള്ള ക്ഷേമ പദ്ധതികളാണ് കേരളം നടപ്പിലാക്കുന്നത്. അതിനകത്ത് കണക്റ്റ് വർക്ക്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവരുടെ തൊഴിലിലേക്ക് പരിശീലനത്തിന് അല്ലെങ്കിൽ തൊഴിലിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു കണക്ഷനാണ് CM's കണക്റ്റ് വർക്ക്. അതിൻ്റെ ഔപചാരികമായ റോൾ ഔട്ട് ഇന്നാണ് നടക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ 1000 രൂപ വെച്ച് കൊടുക്കുന്ന, എല്ലാ മാസവും കൊടുക്കുന്ന പദ്ധതി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഈ സമയത്ത് തന്നെ നടപ്പിലാക്കി തുടങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കുകയാണ്. ഓരോ ദിവസവും പ്രഖ്യാപനത്തിലല്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമവും പാലിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ഈ സർക്കാർ. അല്ലാതെ വർഷങ്ങളോളം ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഇരിക്കുന്നൊരു സമീപനമല്ല ഉള്ളത്. അതുകൊണ്ട് ഇത് കൃത്യമായി നടപ്പിലാക്കുന്നതിന് ശക്തമായ സാമ്പത്തികമായ സംവിധാനങ്ങൾ വേണം, അടിത്തറ വേണം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനൊപ്പം ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. കാരണം ഇനിയിപ്പോൾ എന്താ പ്രഖ്യാപിക്കാനുള്ളതെന്നാണ് ആളുകളുടെ മനസ്സിലുള്ള, ഇനി എന്താ പ്രഖ്യാപിക്കാനുള്ളത് എന്ന നിലയിൽ തന്നെയാണ് ഇതെല്ലാം. ക്ഷേമ പെൻഷൻ പോലെയുള്ള സംഗതികൾക്കകത്തൊക്കെ സർക്കാർ അതിന്റെ വാഗ്ദത്തം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞു അതൊന്നും അങ്ങനത്തെ, ഞാനൊരു കാര്യം പറഞ്ഞില്ല. പക്ഷേ ക്ഷേമ പെൻഷൻ സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പത്തെ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിച്ചിട്ട് അടുത്ത ഏപ്രിൽ തൊട്ടെന്ന് പറയുക എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒറ്റ കാര്യത്തിനും വേറൊരു ലീഡിങ്ങോ വിവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എപ്പോഴും ബഡ്ജറ്റിന് തൊട്ടുമുമ്പ് ധനമന്ത്രിമാരെല്ലാ
മീഡിയയോട് സംസാരിക്കാറുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പം പോസിറ്റീവായ ഒരു ഡയറക്ഷൻ അല്ലാതെ നമുക്ക് സ്പെസിഫിക് ചെയ്യുന്ന കാര്യമൊന്നും പറയാറില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇന്നലെ ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയ പ്രസംഗത്തിലുൾപ്പെടെ വിവാദപരമായ ചില കാര്യങ്ങളുണ്ടായി. എന്താ കാര്യം? നമ്മൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്, വലിയ തോതിലുണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതിനെ സംബന്ധിച്ച് ഫിസ്ക്കൽ ഫെഡറലിസത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ഗവർണർ ആ ഭാഗം ഒഴിവാക്കി വായിച്ചു. നമ്മുടെ പൊളിറ്റിക്കൽ അഭിപ്രായം ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് അത് ഗവർണർ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഒറിജിനലായി കൊടുത്ത ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗം തന്നെ അംഗീകരിച്ചത്. തമിഴ്നാട്ടിലാണെങ്കിൽ അത്ര പോലും അതിനപ്പുറം ഗവർണർ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ തരത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം പല സംസ്ഥാനങ്ങളിലുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഇന്ത്യയിലെ വാരിക്കോരി ലഭിക്കുന്ന സൗകര്യങ്ങൾ കിട്ടുന്ന സ്റ്റേറ്റുകളെക്കാളും മോശമാവാതെ അതിനേക്കാളും മെച്ചമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതിശക്തമായിട്ട് ഇനിയും നമ്മുടെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകും. കാരണം നമുക്ക് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല വേണ്ടത്, ഇത് കൃത്യമായി സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത് അതാണ്. ശമ്പള പരിഷ്കരണം അടക്കം എല്ലാ കാര്യങ്ങളും നടന്നല്ലോ, അത് നടന്നിട്ട് അതെല്ലാം കൊടുത്തു. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് ജനങ്ങൾക്ക് വിശ്വസനീയമായ തരത്തിൽ ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇനിയായാലും അതേ സമീപനമായിരിക്കും. ശരി, ഞാൻ ഈ ചോദ്യത്തിന്റെ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ് അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പ്. അത് വെച്ചാൽ ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നു. കാരണം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങൾക്ക് നേരിട്ട് അവരെ സ്പർശിക്കുന്ന സംഗതികൾ പ്രഖ്യാപിക്കുന്നു, നടപ്പിലാക്കുന്നു എന്നതിൽ താങ്കൾ അഭിമാനിക്കുകയാണ്. ആ നിലയ്ക്കുള്ള ട്രാക്ക് റെക്കോർഡ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, അവസാനത്തെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിലിപ്പോൾ ആളുകൾ ക്ഷേമ പെൻഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കാൻ പോകുന്ന ഡിസിഷൻ നയമാറ്റം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഉദ്യോഗത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ സർപ്രൈസിങ് ആയിട്ടുള്ള, അങ്ങനെ വേഗത്തിൽ ആളുകൾക്ക് ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുന്ന സംഗതികൾ ഉണ്ടാവും. സ്പെസിഫിക് ആവേണ്ടതില്ല, പക്ഷേ ചില കാര്യങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാണ് മന്ത്രി. ജനങ്ങൾക്ക് സന്തോഷകരമായ കുറച്ചുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ മേഖലയിലും തുടരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റ് തന്നെയായിരിക്കും. ശരി, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ നമ്മളോട് വലിയ തോതിലുള്ള സാമ്പത്തിക വിവേചനം കാണിക്കുന്നു, നമ്മുടെ കടമെടുപ്പ് പരിധി കുറയ്ക്കുന്നു, നമ്മൾ നിരന്തരമായി സാമ്പത്തിക വിവേചനത്തിന്റെ കാര്യത്തിൽ ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ കാര്യത്തിലെല്ലാം അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റ് നമ്മളോട് അങ്ങനെ നമ്മുടെ ഒരു സ്ഥിതി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അല്ല യൂണിയൻ ഗവൺമെന്റ് എന്ന വസ്തുത, യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. പക്ഷേ താങ്കൾ ധനമന്ത്രിയായിരിക്കുന്ന കാലത്ത് കേരളം ആ നിലയ്ക്കുള്ള വലിയ പഞ്ഞം അനുഭവിച്ചില്ല എന്നതും ഒരു സംഗതിയായി കാണാം. അപ്പോൾ ആ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന സംഗതി എന്തുമാത്രം വൃത്തിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് ആണ് ഈ സർക്കാർ അവസാനിക്കുമ്പോൾ താങ്കളുടെ മുമ്പിലുള്ളത്. എനിക്ക് അത് പറയാൻ തോന്നുന്നു, ഇപ്പം കേരളം ഒരു പഞ്ഞവും ഇല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും നിരക്കുള്ള വലിയ ദാരിദ്ര്യത്തിന്റെ വാർത്തകൾ കേൾക്കാതെയുള്ള ഉത്സവകാലങ്ങൾ കഴിഞ്ഞുപോയി. അല്ലെങ്കിൽ ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾക്കെല്ലാം വേണ്ടത് പണമാണ്, അടിസ്ഥാനപരമായി പണമാണ് എല്ലാത്തിൻ്റെ പ്രഖ്യാപനത്തിനും വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മൂലകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്ന നിലയ്ക്ക് ഈ സങ്കീർണതയുടെ കാലത്ത് ഈ വകുപ്പിനെ നയിച്ചതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്താണ് മിനിസ്റ്റർ? വളരെ ബുദ്ധിമുട്ടേറിയ കാലത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് കേന്ദ്രം കടമെടുപ്പ് പരിധി കുറയ്ക്കുമെന്ന് പറഞ്ഞത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിപ്പോൾ ഈ ഫൈനൽ ലാപ്പിൽ എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു 1 ഡേ ക്രിക്കറ്റിൽ അവസാനത്തെ 3-4 ഓവറാണല്ലോ ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലത്തിനിടയിൽ അവസാനം 3 മാസം കിട്ടാനുള്ള 12,000 കോടി അനുവദിക്കപ്പെട്ട പ്രതീക്ഷിച്ച തുകയിൽ നിന്ന് 6,000 കോടി കുറച്ചു. അത് സാധാരണഗതിയിൽ എല്ലാ കളി നിയമങ്ങൾക്കും വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ, നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തോ? ക്ഷേമ പെൻഷൻ ഞങ്ങൾ നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത് കൊടുത്തു തുടങ്ങി. വർധന ചെറിയ ബാധ്യതയല്ല, പുതിയ കാര്യങ്ങൾ അനൗൺസ് ചെയ്തു. ഇത് കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് അണ്ടർദാം എന്ന് ബൗൾ ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഈ സാധനങ്ങളാകെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യം വന്നു. എന്നിട്ട് ഞങ്ങൾ അതിൽ നിന്ന് കൂസാതെ ഇതെല്ലാം കൊടുക്കും. എന്നോട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ചോദിച്ചു, റണ്ണൗട്ട് ആവുമോ? ഞാൻ പറഞ്ഞു, റണ്ണൗട്ട് ആവില്ല. കാരണം ജനങ്ങളെ മുന്നേ നിർത്തിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വളരെ വലിയ സ്ട്രഗിളാണ്. സാധാരണഗതിയിലൊരു കേരളത്തിലെ ഇതുവരെയുള്ള ധനകാര്യമന്ത്രിമാരും ഗവൺമെൻറ്റുകളും അനുഭവിച്ചതിനേക്കാളും ഏറ്റവും വലിയ ശ്വാസം മുട്ടിക്കലാണ് നടന്നത്. ബോറോയിങ് ഒരു ഭാഗം മാത്രമാണ്, പക്ഷേ നമുക്കും ആസാമിനും ജാർഖണ്ഡിനും പിന്നെ അതുപോലെ ഒറീസയ്ക്കും ഒക്കെ ഒരേ പെർസെൻറ്റേജ് ആയിരുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഡിവിസി പൂളിൽ, ഏകദേശം 3.5% കൂടുതൽ. അതിപ്പോൾ 1.9 കേരളത്തിന് മാത്രം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതേ തന്നെ തുടരുകയാണ്. ഒറീസ സംസ്ഥാനത്തിന് ഖനിജ വിഭവങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന റോയൽറ്റി 30,000 കോടി ഒരു വർഷം. ഈ അയണോറും
കോളുമുണ്ട് അവർക്ക്, കൽക്കരി ഖനികളൊക്കെ വലുതാണ്. അങ്ങനെയൊന്നും നമുക്കില്ല. എന്നിട്ടും നമ്മുടെ ഇങ്ങനെ കുറഞ്ഞു, ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുറയ്ക്കുന്ന നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം കുറഞ്ഞു, ടാക്സേഷൻ പവേഴ്സ് മൊത്തം GST വന്നതോടുകൂടി അങ്ങോട്ട് പോയി. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ വീഴാതെ പോവാണ്. ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. തമിഴ്നാട് നേരിടുന്നുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും അതുപോലെ തന്നെ തെലങ്കാന നേരിടുന്നുണ്ട്, ഹിമാചൽ പ്രദേശുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സംസ്ഥാനങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ടുണ്ട്, മറ്റാനുകൂല്യം മുടങ്ങിയിട്ടുണ്ട്, ആളുകളെ പുതുതായിട്ട് എടുക്കുന്നില്ല. ഇവിടെ ആളുകളെ PSCയിൽ എടുക്കുന്നുണ്ട്, ശമ്പളം ഇതുവരെ ബുദ്ധിമുട്ട് വരാതെ പോകുന്നുണ്ട് ഇതുവരെ. അപ്പോൾ ഇത്രയും വലിയ സ്ട്രഗിൾ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി നേരിടേണ്ടി വരുന്നത്, ബുദ്ധിമുട്ടും എല്ലാം നേരിടേണ്ടി വരുന്നത് ധനകാര്യ വകുപ്പാണ് ഒന്നാമത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുമതലയുള്ള ആൾക്ക് അതിൻ്റെ ടെൻഷൻ എല്ലാം ഉണ്ടാവും. ആദ്യം തൊട്ടേ പ്രതിപക്ഷം പറയുന്നൊരു കാര്യമുണ്ട്, ഖജനാവ് ഈ പൂച്ച പറ്റി കിടക്കുകയാണ്, ഇപ്പോൾ അടച്ചുകൂട്ടും. എത്ര പ്രാവശ്യം അടച്ചുകൂട്ടി എന്ന് പറഞ്ഞു? ഞാനൊരു സന്തോഷത്തോടെ കാര്യം പറയട്ടെ, പത്രക്കാർക്കുൾപ്പെടെ, അതായത് മീഡിയയ്ക്കുൾപ്പെടെ മുഴുവൻ ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ അവരുടെ പഴയ കടവും കുടിശ്ശികയും എത്രയോ വർഷങ്ങളായിട്ടുള്ളത് കൊടുത്തു തീർത്തത് ഞങ്ങളാണ്. വളരെ ഇനി അത് മൊത്തം കൊടുത്തു തീർക്കുന്നില്ല, എക്സ്ട്രാ പണം കൊടുത്തു. കാരണം എന്താ, ഞങ്ങളെ അനുകൂലിക്കുന്നവർ വിമർശിക്കുന്നവരുണ്ടാവും മീഡിയയിൽ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മീഡിയ പ്രവർത്തനം പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയോ കേസെടുക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ മീഡിയ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉൾപ്പെടെയുള്ള ആളുകളുടെ ജനാധിപത്യത്തിൽ വേണം. പ്രതിപക്ഷം നമ്മളെ വിമർശിക്കും, നമ്മൾ പ്രതിപക്ഷത്തെ വിമർശിക്കും രാഷ്ട്രീയമായി. ഇതെല്ലാം ഉണ്ടാവും. പത്രങ്ങൾ അതുപോലെ ചെയ്യും. അതുകൊണ്ട് അവരെ ദുർബലപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് മീഡിയയ്ക്ക് കൊടുക്കാനുള്ള ആകെ പിന്നെ എല്ലാ മീഡിയയ്ക്കും കൊടുക്കാനുള്ള പണം ഉൾപ്പെടെ വലിയൊരു തുക സർക്കാരിൽ നിന്ന് തന്നെയാണ് അവരുടെ വരുമാനത്തിൽ വരുന്നത്. കാരണം പരസ്യങ്ങളും മറ്റുമൊക്കെയാണ് PRD വഴി അതെല്ലാം കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും ഇങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് വലിയ ഉത്തരവാദിത്വമാണ്. അത് ഏകദേശം നന്നായി ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള സന്തോഷമാണുള്ളത്. അത് പക്ഷേ വലിയ സ്ട്രഗിളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇങ്ങനൊരു കാര്യം കൂടി വന്നത്. ആ ബുദ്ധിമുട്ട് നേരിട്ട് തന്നെ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. കേരളം എന്തായാലും എല്ലാവരുടെയും കേരളമായി വളരെ വലിയ മുന്നേറ്റത്തിലേക്ക് പോകും. അതിനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെറും സെക്ടറിനായി അവനവൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തെ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യം ചെയ്തതാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെൻറ്. ആ തുടർച്ചയാണ് കേരളത്തിൽ ഇത്രയും ഗുണമുണ്ടാക്കിയത്. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകും. ധനകാര്യ വകുപ്പ് ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കേന്ദ്രത്തിന്റെ. നിശ്ചയമായും KN ഇപ്പോൾ ധനമന്ത്രി എന്ന പദവിയിൽ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സർക്കാരിന് കിട്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഇളവുകളും എന്താണ്, ഇത്തവണത്തെ സർക്കാരിന് കിട്ടാത്തത് എന്താണെന്നതിനെ കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ തവണ നമ്മൾ പ്രളയകാലത്തൊക്കെയും സവിശേഷമായ ആനുകൂല്യങ്ങളോ ഇളവുകളോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ അത് കിട്ടിയിട്ടില്ല, കൂടുതൽ ഞെരുക്കുകയാണ്. അതിന് താങ്കൾ നടത്തിയിട്ടുള്ള ഇടപെടൽ മാർക്ക് ചെയ്യപ്പെടും, അതിൽ തർക്കമില്ല. ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു അനുഭാവത്തിന്റെ സമീപനം അല്ല ഇപ്പോഴും എടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ പദ്ധതികളോട്, കേരളത്തിന്റെ വിഹിതത്തോട്, കേരളത്തിനുള്ള പാക്കേജുകളോടൊക്കെയും സർക്കാരിന് ഒരുതരം നിഷേധാത്മക സമീപനമാണുള്ളത്. നമ്മളാവട്ടെ പുതിയ പുതിയ പദ്ധതികളുമായി വരുന്നു, നിങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നു, പുതിയ ഡെവലപ്മെന്റ് സ്കീം പരിപാടികൾ കൊണ്ടുവരുന്നു, പുതിയ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുന്നു. ഇനി പുതിയ ബജറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല. സോ ഇനിയും വരുന്ന ദിവസങ്ങൾ ഭാരം കൂടാനുള്ള സാധ്യതയാണല്ലോ. എല്ലായ്പ്പോഴും അതിൻ്റെ ചെലവുകൾ കൂടുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റൺഔട്ട് ആവുമോ, വഴിയിൽ വീഴുമോ പോലെയുള്ള ചോദ്യം, അത് സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിനെ സത്യത്തിൽ ഓക്കെ, നിങ്ങൾ ഇവിടുത്തെ 5 വർഷക്കാലം KN ബാലഗോപാൽ താങ്കളുടെ വകുപ്പിനെ സങ്കീർണമായ വഴികളിലൂടെയാണെങ്കിലും റൺ ചെയ്തു. പക്ഷെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആശങ്കയുടെ ഒരു മുനയിലാണോ, അതോ ഇനി വിവേചനം കാണിച്ചാലും പോകാൻ ഞങ്ങൾക്ക് വഴികളുണ്ട് എന്ന ഒരു കോൺഫിഡൻസ് മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? വിവേചനം കാണിക്കുന്നുണ്ട്. ആ വിവേചനം കാണിക്കുമ്പോൾ മറികടന്ന് പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ചെലവുകൾ കുറയ്ക്കാനും നമുക്ക് പറ്റില്ലല്ലോ. കാരണം ശരാശരി 1,15,000 കോടിയാണ് തൊട്ട് മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാർ 5 വർഷം അവരുടെ ചെലവ് നോക്കൽ ശരാശരി 1,15,000 കോടിയാണ് ഒരു വർഷം ചെലവാക്കിയത്. ഇപ്പം നമ്മളത് 1,70,000 കോടിയിലേക്ക് അധികം ശരാശരി ഒരു വർഷം ചിലവാകുന്നുണ്ട്. ഇതിനേക്കാളും മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. കാരണം ഒരിക്കലും നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റില്ല. അതിന് നല്ല കോൺഫിഡൻസോട് കൂടി പോകാൻ പറ്റും. നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിലുള്ള വികസനം കൂടുതൽ എക്കണോമി ചലിപ്പിക്കും, കൂടുതൽ ജോലി സാധ്യത വരും, കൂടുതൽ ചലനാത്മകമാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരു വർഷം ശരാശരി 50,000 കോടിയെങ്കിലും കിട്ടേണ്ടത് കുറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം കോടി. അത്രയും പണം വരികയാണെങ്കിൽ എത്രയോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നേരത്തെ ഉള്ള ശരാശരിയുടെ അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാതെ കൂടുതൽ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണല്ലോ നമ്മൾ എത്രയോ പുതിയ മേഖലകളിൽ വികസന കാര്യം വന്നത്. അത് ക്ഷേമ പദ്ധതികൾ മാത്രമല്ല, നമ്മുടെ റെയിൽവേയുടെ അല്ലെങ്കിൽ നമ്മുടെ മെട്രോ പോലുള്ള കാര്യങ്ങളിൽ, നമ്മുടെ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ, നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ 3 പ്രധാനപ്പെട്ട ഹൈവേകൾ കേരളത്തിൽ തെക്ക് വടക്ക് ഈ സമയത്ത് ഡെവലപ്പ് ചെയ്തു. നമ്മുടെ തീരദേശ റോഡിൻ്റെ പണി നടക്കുന്നു, NH വളരെ വേഗത്തിൽ നടക്കുന്നു, മലയോരപ്പാത വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റിയത് നമ്മൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്തതുകൊണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ഏറ്റവും ആവശ്യമുള്ള ആശുപത്രികൾ,
സാധാരണക്കാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂള്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഇതെല്ലാം വന്നു എന്നുള്ളത് നമ്മളെ ഒരു വലിയ അന്തർദേശീയ തലത്തിൽ തന്നെയുള്ള ഉയർന്ന നിലവാരമുള്ള ഒരു സ്ഥലമാക്കി മാറ്റി. അത് ഇനി ശക്തമായിട്ട് മുന്നോട്ട് പോകും. അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പണം നമുക്ക് തരേണ്ടത് അർഹമായി തരണം. ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൽ 25% മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ഫേഴ്സ് ഉള്ളൂ. കേന്ദ്രം തരുന്നതല്ല, ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗം തരേണ്ടതാണ്. ഇത് ബീഹാറിന് 70% 25% കേരളത്തിന് കിട്ടുമ്പോൾ ബീഹാറിന് കൊടുക്കുന്നതിന് ഞാൻ അനുകൂലം തന്നെയാണ്, കൊടുക്കണം. പക്ഷേ ബീഹാറിന് കിട്ടുന്ന 70%, കേരളത്തിന് കിട്ടുന്ന 25%. ഇൻഡെക്സുകളെല്ലാം ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ റേറ്റിംഗ് കൂടുകയും അവരുടെ ഇളവുകൾ കുറയുകയും ചെയ്യുക എന്നുള്ളത് സാധാരണയല്ലേ മിനിസ്റ്റർ? ആ സാധാരണത്തിനൊരു അസാധാരണത്വമുണ്ട്. ഈ 25ഉം 75ഉം തമ്മിൽ കമ്പാരിസൺ ഇല്ല. നമ്മൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ പഠിച്ച് മിടുക്കനായി നന്നായി ചെയ്യുന്നു, അതുകൊണ്ട് നിനക്ക് ഇനി കുറച്ചു കാലം ഒന്നും തരുന്നില്ല. ഭക്ഷണം നല്ലപോലെ കഴിച്ചതിന് നല്ല ആരോഗ്യമുണ്ട്, ഇനിയിപ്പോൾ കുറച്ചാൾ ഭക്ഷണം കഴിക്കണ്ട, മറ്റവൻ നിൻ്റെ അത്ര ആരോഗ്യമാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ച് ഒരുമാതിരി നന്നായിരിക്കുന്നതിൻ്റെ ആരോഗ്യമെല്ലാം പോയില്ലേ? അപ്പോൾ അവന് മുന്നോട്ട് പോകാൻ നിലനിർത്തണ്ടേ? ഇനി ഇതുപോലുള്ള സ്റ്റേറ്റ്, അത് കേരളം മാത്രമല്ല, കേരളം എടുത്ത മഹാരാഷ്ട്ര ആയാലും കർണാടക ആയാലും തമിഴ്നാടായാലും ഗുജറാത്ത് ആയാലും പല സ്റ്റേറ്റുകളുണ്ട് എക്കണോമിക്കലി നല്ല വളർച്ചയുള്ള. ആ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വരുമാനവും എക്കണോമിയും കൂടെ സജീവമായാൽ മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തൂ. പക്ഷേ ഇത് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി തടയരുതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ ഒറ്റ കാര്യമുള്ളൂ, വൈര്യനിര്യാതന ബുദ്ധിയോട് തടയരുത്. കാരണം കേരളത്തിൽ 1 സെൻറ്റ് ഭൂമിക്കുള്ള വിലയാണോ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ളത്? കേരളത്തിൽ ഒരാൾക്ക് 900 രൂപയോ 1000 രൂപയോ കൂലിയുള്ളപ്പോൾ, അതിൽ കൂടുതലും കൂലിയുള്ളപ്പോൾ 250 രൂപ കൂലിക്ക് ജോലി ചെയ്യിക്കുന്ന സ്ഥലങ്ങളില്ലേ? അവിടെ റോഡ് പണിയുന്നതിൻ്റെ ചിലവ് ഇവിടത്തെക്കാളും 4 പോരെ? അല്ലെങ്കിൽ അവിടെ റോഡ് പണിയുന്ന ചിലവിൻ്റെ 3-4 ഇരട്ടി വേണ്ടേ കേരളത്തിൽ പണിയാൻ? ഇങ്ങനെ ഭൂമിക്ക് വില കൂടുതലായതുകൊണ്ട് റെയിൽവേയുടെ വികസനത്തിന്, നാഷണൽ ഹൈവേയുടെ വികസനത്തിന് സ്ഥലം എടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുഴുവൻ പണം മുടക്കില്ല. നിങ്ങൾ അതിൻ്റെ പിന്നെ ഒരു ഭാഗം തരണമെന്ന് പറഞ്ഞുകൊണ്ട് 6000 കോടി രൂപ നമ്മൾ കടമെടുത്ത് കൊടുത്തിട്ടല്ലേ ആ NHന്റെ സ്ഥലം എടുത്തത്? അതിനുള്ള ആ അഡീഷണൽ ബോറോയിങ് എങ്ങനെ തരണ്ടേ? ഇതൊക്കെ തെറ്റായ കാര്യമാണോ നമ്മൾ പറയുന്നത്? അപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ യൂണിയൻ ബജറ്റും വരാൻ പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ച് എല്ലാ ബജറ്റ് സമയത്തും സവിശേഷമായ ആവശ്യങ്ങളുണ്ട്. താങ്കൾ തന്നെയും നിർമ്മലാ സീതാരാമനുമായിട്ട് നേരിട്ട് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളം പല പാക്കേജുകൾ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് പാക്കേജുകൾ എന്ന പേരിലുള്ള സംഗതികൾ കേന്ദ്രം കൊടുക്കുക. നമ്മൾ ആ നിലയ്ക്കുള്ള ഒരു പാക്കേജ് ആവശ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷനിലാണോ ഉള്ളത്? അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ മിനിസ്റ്റർ? ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഈ പറഞ്ഞ ഒരിക്കലും സാധാരണ വെട്ടിക്കളയാനും കട്ട് ചെയ്യാനും പാടില്ലാത്ത മേഖലയെ കട്ട് ചെയ്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് അഡീഷണലായിട്ട് തരണം, അത് പ്രത്യേക പാക്കേജായി തരണം. ഈ ഞാനീ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ 6000 കോടി ഉൾപ്പെടെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും നേരത്തെ എടുത്ത പണം അതിപ്പോൾ ഓരോ വർഷം കുറയ്ക്കുക. 4730 കോടി രൂപ ഈ വർഷത്തെയും എൻ്റെ ധനകാര്യമന്ത്രി എന്നതിൽ ധനകാര്യ വകുപ്പിന് എടുക്കാൻ പറ്റേണ്ട, കേരളത്തിൽ എടുക്കാൻ പറ്റേണ്ട ബോറോയിങ് അത് കുറച്ചു. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത് 3300 കോടി രൂപ ഒറ്റയടിക്ക് കുറച്ചു. അത് 5 വർഷം കൊണ്ട് കുറയ്ക്കേണ്ടതാണെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞു. ഒറ്റ വർഷം കൊണ്ട് കുറച്ചു. സുപ്രീം കോടതി പോയി കിട്ടിയ പണം 1900 ചില്ലാനും കോടി രൂപ ഈ വർഷം എഫക്റ്റീവ്ലി കുറഞ്ഞു. ഇങ്ങനെ പല മേഖല വരുന്ന കുറവുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ആവശ്യപ്പെട്ടു. അതിന് പ്രത്യേകമായ പാക്കേജ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഒരു 0.5% ബോറോയിങ്, ക്യാപിറ്റൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടി മാത്രം, ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതും പുതിയ വ്യവസായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് വരുന്നതെന്നുള്ളത് ബഡ്ജറ്റ് ദിവസം അറിയുള്ളൂ. 30 നമുക്ക് പിന്നെ അവരുടെ ബഡ്ജറ്റ് 1-ാം തീയതിയാണല്ലോ വരുന്നത്, അപ്പോൾ അന്നേ അറിയാൻ പറ്റത്തുള്ളൂ. പുതിയ ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യത്തിലും ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫിനാൻസ് കമ്മീഷൻ്റെ എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച, എന്തൊക്കെയാണ് കമ്മീഷൻ പറയുന്ന കാര്യവും ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അറിയത്തുള്ളൂ. നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ മുന്നിൽ എല്ലാ കാര്യവും നമ്മൾ അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് വലിയ വെട്ടിക്കുറവ് മാറ്റി നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഈ റീജിയണലായിട്ടുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. അത് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജീറിയാട്രിക് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, ഇന്ത്യയിൽ. അവർക്ക് പ്രത്യേക കെയർ ആവശ്യമുണ്ട്, ഭൂമിയുടെ വിലയുടെ ഉണ്ട്, തൊഴിലിൻ്റെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കയറി ഞങ്ങൾ ചേർത്ത് പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് തന്നെ അവരെ കണ്ടിരുന്നു. കാരണം കേരളത്തിൻ്റെ പൊതു പ്രശ്നം, പ്രതിപക്ഷം പ്രത്യേക റെപ്രസെൻറ്റേഷൻ കൊടുത്തു, ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ കൊടുത്തു. കേരളത്തിൻ്റെ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ശരി, നമ്മൾ ബജറ്റ് പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഉള്ള ഒരു സംഗതി ഉണ്ട്. അതായത് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ക്ഷേമ പദ്ധതികൾ അതിന് ഊന്നൽ കൊടുക്കാം, അല്ലെങ്കിൽ ലോങ് ടൈം ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളിലേക്കുള്ള സംഗതികൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യാം. അപ്പോൾ അവസാനത്തെ ബജറ്റിന് ആ നിലയ്ക്കുള്ള ഒരു വെൽഫെയർ ഒരു ക്യാരക്ടർ ആയിരിക്കുമോ മിനിസ്റ്റർ കൂടുതലായിട്ടും ഉണ്ടാവുക? ആ നിലയ്ക്കുള്ള നമ്മൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഏരിയാസ് ഇനിയും ബാക്കിയുണ്ട് എന്ന് ഗവൺമെന്റിന് തോന്നുന്നുണ്ടോ? എന്ന് വെച്ചാൽ ആളുകൾക്ക് ഡയറക്റ്റ് പണം എത്തിക്കുന്നത് പോലെയുള്ള, ആളുകൾക്ക് വെൽഫെയർ സ്കീമുകളുടെ ആവശ്യമുള്ള നമ്മൾ കവർ ചെയ്യാനുള്ള ഏരിയാസ് ഇപ്പോഴും ബാക്കിയുണ്ട്.
അവ എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളവയ്ക്കകത്ത് ഇനിയും നമ്മൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഏരിയാസ് ബാക്കിയുണ്ട്. അങ്ങനെ കാണുന്നുണ്ടോ? അതൊരു ഐഡിയ ആയിരിക്കുമോ ഈ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ? ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് കൃത്യമായിട്ട് എല്ലായിടത്തും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം ഇനിയും ഉണ്ടാവും. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ മിനി ബഡ്ജറ്റാണല്ലോ പ്രഖ്യാപിച്ചെന്നാണല്ലോ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു മിനി ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. ഏതാ? ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും പുതിയ മേഖലയെ സ്ത്രീ സുരക്ഷയൊക്കെ. അത് നിങ്ങൾ കൊടുക്കത്തില്ല എന്നാണ് അന്ന് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തെയാണ്. ഇതിനെല്ലാം കൃത്യമായ അഷ്വേർഡായിട്ട് ആ പണം എത്തണ്ടേ? അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തൊരു വർഷക്കാലത്ത് ഇതിനുള്ള സാമ്പത്തികം കണ്ടുപിടിച്ച് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കി അത് എന്തായാലും കണക്ക് പറഞ്ഞാൽ പോരാ, പ്രായോഗികമായി വിത്ത് ഓൾ ദ ബേസിക് ഡീറ്റെയിൽസും അതിൻ്റെ വരുമാനം നോക്കി കൊടുക്കണം. ഇത് ഉറപ്പാക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. അതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ സാധാരണഗതിയിൽ ബഡ്ജറ്റ് വന്നിട്ട് ഏപ്രിൽ തൊട്ട് നടപ്പിലാക്കി തുടങ്ങേണ്ടതാണ്. എന്നാൽ നേരത്തെ നടപ്പിലാക്കി തുടങ്ങി. അപ്പോൾ അതിന് അങ്ങോട്ട് ഇത് കൃത്യമായി നടപ്പിലാകും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ അല്ല, അതെല്ലാം അഷർ ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതുൾപ്പെടെ മറ്റു കാര്യങ്ങളെല്ലാം ഉറപ്പാക്കി തന്നെ മുന്നോട്ട് പോകും. അതേസമയം കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷന്, കൂടുതൽ ആളുകൾക്ക് ജീവിതത്തിൽ സഹായകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി. ഓക്കെ, കെ എൻ ബാലഗോപാൽ, ഞാൻ കുറച്ചൊരു പേഴ്സണൽ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ധനമന്ത്രി എന്ന നിലയ്ക്കുള്ള താങ്കളുടെ 5 വർഷക്കാലം പൂർത്തിയാകുമ്പോൾ പേഴ്സണലി ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള സംഗതി എന്താണ്? ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം, ഒരു പ്രോജക്റ്റ്? ഇപ്പോൾ ഏറ്റവും അവസാനം കൊട്ടാരക്കരയിൽ നോളജ് എക്കണോമിയുടെ ഭാഗമായി വന്നിട്ടുള്ള വർക്ക് നിയർ ഹോം പരിപാടിയുണ്ട്. ഒരു തവണ പ്രഖ്യാപിച്ചു, പക്ഷേ ഇത് അസാധ്യമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് കേരളമാകെ വ്യാപിപ്പിക്കാൻ പോകുന്നതിൻ്റെ കാര്യമൊക്കെ മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പറയുകയും ചെയ്യുന്നത് കണ്ടു. പേഴ്സണലി താങ്കൾ കേരളത്തിന് ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ആസ് എ പൊളിറ്റീഷ്യൻ, കേരളത്തിന് കൊടുത്തിട്ടുള്ള താങ്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ നിലയ്ക്ക് ഈ 5 വർഷക്കാലം കൊണ്ട് ഓർക്കുന്ന ഒരു പ്രധാന സംഗതി എന്താണ്? ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിലെ പുതിയ തരത്തിലുള്ള ജോലി അവസരങ്ങൾ. മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ജോലിക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർക്ക് നാട്ടിൽ തന്നെ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ. അതിനകത്തൊന്ന് പ്രധാനപ്പെട്ടതാണ് വർക്ക് നിയർ ഹോം. 150 പേര് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ 10-80 പേരിലധികം അവിടെ ജോലി ചെയ്തു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ അതുപോലുള്ള സൗകര്യങ്ങൾ പോരാതെ പുതിയ സൗകര്യങ്ങൾ വേണ്ടി വരും. ഇത് കേരളത്തിലാകെ നമുക്ക് പല സ്ഥലത്തേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നേട്ടത്തിൻ്റെ തുടർച്ചയിൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ അറിവ് വെച്ചിട്ടുള്ള പുതിയ പ്രസ്ഥാനങ്ങളാണ്. ധാരാളം പ്രസ്ഥാനങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻഡി വില്ലേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പോൾ വന്നു. ഇൻഡി വില്ലേജ്, ഒരു വില്ലേജ് 150 പേർക്ക് നമ്മുടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ആ ലെവലിൽ വിദ്യാഭ്യാസം ചെയ്ത സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കായാലും അവർക്ക് പരിശീലനം കൊടുത്ത് ജോലി കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള അന്തർദേശീയമായ കണക്റ്റുള്ള ഇപ്പോൾ ഡാറ്റ അനോട്ടേഷൻ പോലെയുള്ള ചില ടെക്നിക്കൽ ജോലികളുണ്ട്. ഇതൊക്കെ ഇവരെ പരിശീലനം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ജോലി കൂടുതൽ ടെക്നിക്കൽ ആളുകളും നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലയുള്ളവരെയും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ജോലികൾ കൊണ്ടുവരാൻ കുറേ ശ്രമം നടന്നിട്ടുണ്ട്. അതാണ് റിസർച്ചും ഡെവലപ്മെൻറ്റും കൂടുതൽ എംപ്ലോയ്മെൻറ്റിനും വേണ്ടിയിട്ട് നല്ല ബേസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് കാര്യം. പിന്നെ സ്വാഭാവികമായിട്ടും ധനകാര്യമന്ത്രിമാരുടെയും ധനകാര്യ വകുപ്പിൻ്റെ പ്രശ്നം എല്ലാ ദിവസവും ഫയർ ഫൈറ്റിംഗ് ആണ്. ഓരോ പ്രതിസന്ധി വന്നിട്ട് നേരത്തെ ഉള്ളതിനേക്കാളും ജമ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയെന്നുള്ളത് ഓരോ ദിവസവും ടെൻഷനാണ്, ഓരോ ദിവസവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ആളുകൾക്ക് ഇപ്പോൾ ക്ഷേമ പദ്ധതി, സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി, ഓരോ വീട്ടിലേക്കും 10-30 ലക്ഷം വീടുകളിലേക്ക് പുതുതായിട്ട് അവരുടെ വീട്ടിലേക്ക് ഈ 35-60 വയസ്സിനിടയ്ക്ക് ഉള്ളവർക്ക് ഉള്ള അവർക്കൊരു സഹായം എത്തുക, ചെറുപ്പക്കാർക്ക് സഹായം കൊടുക്കുക. ഇങ്ങനെ ഓരോ കാര്യം എടുത്താലും കൂടുതൽ നന്നായിട്ട് പറ്റും. KSRTC പെൻഷൻ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ശമ്പളം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ശമ്പളം ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഭാഗം കൊടുക്കുന്ന തരത്തിലേക്ക് KSRTCയിൽ ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖല നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ, കശുവണ്ടി മേഖലയിൽ വന്നിട്ടുള്ള കുറേയേറെ മുന്നോട്ട് പോകുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു കാര്യമായിട്ട് ചുരുക്കാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരി, ഞാനൊന്ന് അവസാനിപ്പിക്കുന്ന കുറച്ചൊന്ന് ഈ പറഞ്ഞ കേന്ദ്രത്തിൽ രാഷ്ട്രീയവും കൂടി ചോദിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കൊട്ടാരക്കരയുടെ കാര്യം, നമ്മൾ കൊട്ടാരക്കരയുടെ കാര്യം പറയുമ്പോൾ കൊട്ടാരക്കരയിൽ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരു ക്ഷീണം ഉണ്ടാക്കിയോ? അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലീഡർ എന്ന നിലയ്ക്ക് താങ്കൾക്കടക്കം, ഇപ്പോൾ ആയിഷ പോറ്റി നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിഗർ ആയിരുന്ന ഒരാളാണ്. അവിടെ നമ്മുടെ കൂടെ സജീവമായി നിന്ന് 3-4 നമ്മുടെ കൂടെ 10-20 വർഷക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ വേദി നിൽക്കുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ നേതാവായി മാറി. അത് അങ്ങനെ കോൺഗ്രസ് നേതാവായി മാറുക എന്ന് പറയുമ്പം വാസ്തവത്തിൽ അതൊരു സംഘടനാപരമായിട്ടോ അല്ലാതെയൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമില്ല. എന്തിനാണ് കോൺഗ്രസിൻ്റെ കൂടെ പോയതൊക്കെ വ്യക്തിപരമായ കാര്യം, അവരുടെ കാര്യം. പക്ഷേ ഇത്രയും കാലം ഈ കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഏറ്റവും കൂടുതൽ നിലപാടുകൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് നല്ലപോലെ വിഷമം വരുന്നൊരു കാര്യമാണ് ഇത്രയും കാലം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരിക്കുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് പോയല്ലോ എന്നൊരു വിഷമം വരും. അതൊക്കെ രാഷ്ട്രീയത്തിനകത്തുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം ഏറ്റവും നന്നായി ചെയ്യും. അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുക.
അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ അതിനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഐഷ പോറ്റിയുടെ കാര്യം അവര് വേണ്ട രീതിയിൽ പാർട്ടിക്കകത്ത് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പരിപാടികൾക്ക് വിളിക്കലില്ല, അവരെ പരിഗണിച്ചില്ല പോലെയുള്ള കാര്യങ്ങളാണ് ഒരു ന്യായവാദമായി ഇറങ്ങിപ്പോകുന്നതിന് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് ഒരു 3 ടേം പൂർത്തിയാക്കി പോയ ഒരാളെ പിന്നീട് പാർട്ടി വേണ്ട നിലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്തില്ല, പരിഗണിച്ചില്ല എന്ന ഒരു പ്രശ്നം അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്ത സ്ഥാനത്ത് താങ്കൾ കൂടി വരുമല്ലോ. അങ്ങനത്തെ ഒരു കാര്യമില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന പരിഗണന കൊടുത്തിരുന്നതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, പാർട്ടി മഹിളാ സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു, പിന്നീട് ബാർ കൗൺസിലിൻ്റെ അംഗമായിരുന്നു, ബാർ അസോസിയേഷൻ്റെ ബാർ കൗൺസിൽ പിന്നെ ലോയേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. അങ്ങനെയെല്ലാം സ്പേസ് ഇല്ലാത്ത പ്രശ്നമില്ല. പക്ഷേ വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കും, വ്യക്തിപരമായി പിന്നെ വേറൊരു രാഷ്ട്രീയത്തിൽ പോകാൻ തീരുമാനിച്ചു എന്നുള്ളത് അവരുടെ കാര്യം, ഞാൻ അതിനകത്തേക്ക് പറയുന്നില്ല. പക്ഷേ ഇത്രയും പരിഗണന സാധാരണഗതിയിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് എല്ലാവരും സ്നേഹപൂർവ്വമായിട്ട് അവരോട് പെരുമാറിയിട്ടൊക്കെ ഉണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഞാനപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ പിന്നെ ഈ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഉള്ള സ്പേസ് ഇതിനകത്ത് ഇരിക്കുന്നവർക്കുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ്. അതിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ഒരു ചോദ്യം കൂടെ ഉള്ളു. അതായത് ഈ ഐഷ പോറ്റി അപ്പുറത്തേക്ക് പോകാൻ പോവുകയാണെന്ന് നിങ്ങൾ സ്മെല്ല് ചെയ്തിരുന്നോ? നിങ്ങളത് മനസ്സിലാക്കുകയും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. താങ്കൾ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ സംസാരിച്ചിരുന്നു അവരോട്, അവരുടെ അതിർത്തി പരസ്യമാക്കപ്പെട്ട സമയത്ത് നിന്ന്. അങ്ങനെ ഉണ്ടായിരുന്നോ? ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തിപ്പോൾ നമ്മുടെ കൂടെ നിന്ന് സജീവമായി നിൽക്കേണ്ട ഒരാൾ കോൺഗ്രസിനകത്തേക്ക് പോയി. അപ്പോൾ കോൺഗ്രസിൻ്റെ ആളാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തക നേതാവാണ്. അപ്പോൾ ആ തരത്തിൽ കണ്ടാൽ മതിയല്ലോ. പിന്നെ നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നം ഉന്നയിക്കുന്ന പ്രശ്നമാണ് നമ്മൾ വെക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഇത്രയും ശ്വാസം മുട്ടിക്കൽ ഉണ്ടായിട്ടും നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഓരോ നേതാക്കന്മാരാക്കുന്നത്, ജനപ്രതിനിധികളാക്കുന്നത്. 10,000-കണക്കിന് ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം വഴി ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ക്ഷേമ പെൻഷൻ തന്നെ മാസങ്ങൾ കൊടുക്കാതിരുന്ന, തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന, സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ തകർക്കുന്ന നയമാണ് പലപ്പോഴും കോൺഗ്രസ് നടത്തിയത്. ഇത് വെറുതെ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്നറിയാം. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇത്ര കാലത്തേ ഉണ്ട്. അങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. UDF-ന് അങ്ങനെയുള്ള UDF-നെ സാധാരണ കൂടെ നിൽക്കുന്ന ആ രാഷ്ട്രീയമല്ലാതെ വേറൊരു കാര്യം ഇതിനകത്തില്ല. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ കാര്യമാണ്. സർക്കാർ ജീവനക്കാർ വലിയൊരു കമ്മ്യൂണിറ്റി ആണല്ലോ കേരളത്തിൽ. ഞാൻ അസംബ്ലിക്കാരനെ ഇപ്പം ഒറ്റ കാര്യം ഇപ്പം അതുകൊണ്ട് ഞാൻ നിർത്തുകയാണേ. ശരി, താങ്ക് യു CKN ബാലഗോപാൽ. അദ്ദേഹത്തിന് അസംബ്ലി സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ഈ ബജറ്റ് എല്ലാ നിലയ്ക്കും സന്തോഷം അനുഭവിപ്പിക്കുന്നതായിരിക്കും എന്നാണ് മന്ത്രി KN ബാലഗോപാൽ പറയാൻ ശ്രമിക്കുന്ന കാര്യം. ക്ഷേമ വികസന പരിപാടികളെ സ്പർശിക്കുന്ന സ്വഭാവം അതിനുണ്ടാവും. ഡയറക്റ്റായിട്ട് ആളുകൾക്ക് അതിവേഗത്തിൽ ആളുകൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദ്യത്തിന് അദ്ദേഹം ഇല്ല എന്ന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്ന പോലെ ക്യാബിനറ്റിൽ ഒരു മിനി ബജറ്റ് അവതരിപ്പിച്ചു എന്ന് പറയുന്ന തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയത് നമ്മൾ കണ്ടു. അപ്രതീക്ഷിതമായിട്ടുള്ള ഹൈക്കുകൾ ക്ഷേമ പരിപാടികൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന് സാധാരണ നിലയ്ക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതാണ് KN ബാലഗോപാലിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ കാണുന്നത്.